സുഹൃത്തുക്കളെ, നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിലത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ മാത്രമാണ് നമ്മൾ എക്കാലവും ഓർത്തിരിക്കാറുള്ളൂ. നടി സൗന്ദര്യയുടെ മരണം കഴിഞ്ഞിട്ട് ഏകദേശം 10-21 വർഷമായി. ഇപ്പോൾ അവരുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നു. നടി സൗന്ദര്യ കൊല്ലപ്പെട്ടതാണ്, പക്ഷെ അതിന് പുറകിൽ ചില ആളുകളുണ്ട് എന്ന രീതിയിലൊക്കെ ഒരു പുതിയ കേസ് കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ആ കേസ് വരുന്നത് തെലുങ്ക് നടനായിട്ടുള്ള മോഹൻ ബാബുവിനെതിരെയാണ്. മോഹൻ ബാബുവിനും സൗന്ദര്യയ്ക്കും ഒരുമിച്ച് ഒരു സമ്പത്തുണ്ടായിരുന്നെന്നും രണ്ടുപേരെ പേരിൽ ഒരു വലിയ ഭൂമി ഉണ്ടായിരുന്നെന്നും ആ ഭൂമി സൗന്ദര്യയുടെ മരണശേഷം മോഹൻ ബാബു തട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൗന്ദര്യം എന്ന് പറയുന്ന ഈ നടിയെ കൊന്നുകളഞ്ഞത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സംഗതി അവിടെ കിടക്കട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ചില മരണത്തോടൊപ്പം നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ചില ആളുകളുടെ മരണം കൂടി ഉണ്ടായിരിക്കുമെന്നാണ്. അന്ന് സൗന്ദര്യം ഒറ്റയ്ക്കല്ല മരിച്ചത്. ആ ഒരു മരണത്തില്, ആ ഒരു കൊലപാതകത്തില് ആ കൊല്ലപ്പെട്ടവരിൽ 4 പേരുണ്ടായിരുന്നു. 4 പേരിൽ ഒരാള് നമ്മുടെ ആലപ്പുഴക്കാരനായിട്ടുള്ള ആ വിമാനം ഓടിച്ച പൈലറ്റ് ജോയ് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇന്ന് അദ്ദേഹത്തിന് 28 വയസ്സായിരുന്നു. എന്താണ് ഈ ഒരു മരണം ഇത്ര വലിയ പ്രാധാന്യമായിരിക്കുന്നത് എന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രാധാന്യമുണ്ട് എന്നതാണ്. കാരണം ആ ഒരു കൊല്ലപ്പെട്ടതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും കിട്ടേണ്ട നഷ്ടപരിഹാര തുക പോലും അദ്ദേഹത്തിന്റെ ഫാമിലിക്ക്, അച്ഛൻ എക്സ് മിലിറ്ററിയാണ്, അദ്ദേഹത്തിനും അമ്മയ്ക്കൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് ഏറെ കഴിഞ്ഞാണ് ഒരു 4 ലക്ഷത്തോളം രൂപ കിട്ടുന്നത്. ആ 4 ലക്ഷത്തിലെ 2 ലക്ഷം രൂപയോളം ഈ വക്കീൽ ഫീസായിട്ട് വക്കീലിന്റെ ആള് കൊണ്ടുപോവുകയും ചെയ്തു എന്നർത്ഥം. ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആ ഒരു മരണത്തോടൊപ്പം നമ്മൾ തിരസ്കരിച്ചു പോയ ആ ഒരു ചെറുപ്പക്കാരന്റെ ജോയ് ഫിലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ മരണമാണ്. അന്ന് എന്തിനായിരുന്നു ജോയ് ഫിലിപ്പ് ആ ഒരു വിമാനം ഓടിക്കാൻ പോയത്? അപ്രതീക്ഷിതമായിട്ടാണ് ജോയ് ഫിലിപ്പിന് അങ്ങനത്തെ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതുവരെ അന്ന് വർക്കില്ല എന്ന രീതിയിലിരുന്ന ജോയ് ഫിലിപ്പിന് കോള് വരുന്നത് അന്ന് ആ വാഹനം ഓടിക്കേണ്ട, ആ ഒരു വിമാനം ഓടിക്കേണ്ട ആള് അന്ന് അപ്രതീക്ഷിതമായിട്ട് ലീവായെന്നും നിങ്ങൾ വന്നിട്ട് വേണം ഈ വാഹനം ഓടിക്കണം എന്നതായിരുന്നു. എന്തൊക്കെയായാലും ആ ഒരു ജോലി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അത് ഓടിക്കാൻ പോകും. പക്ഷേ ഓടിക്കാൻ പോയ സമയത്ത് പോലും സഹ പൈലറ്റ് ഒപ്പം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഒന്നുകൂടി അതിൽ ഏറ്റവും ദുരന്തപൂർവമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെസ്ന 180 എന്ന് പറയുന്ന ഈ ഒരു വിമാനത്തിന് അന്ന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഇൻഷുറൻസ് തുക അതില്ലാതിരുന്നുകൊണ്ട് തന്നെ, ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ ഒരു ഇൻഷുറൻസിൻ്റെതായിട്ടുള്ള 5 പൈസ പോലും ഈ കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അരവിന്ദ് ശർമ്മ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഉടമസ്ഥൻ. രാഷ്ട്രീയത്തിലും മറ്റൊക്കെ അപാരമായിട്ടുള്ള പിടിപാടുള്ള ഒരാളായിരുന്നു. പിന്നീട് ഈ അച്ഛൻ, ഇദ്ദേഹത്തിന്റെ അച്ഛൻ, ഈ ഒരു പൈലറ്റിന്റെ അച്ഛൻ എത്രയോ വർഷം കേസുമായിട്ട് മുന്നോട്ട് നടന്നു. വളരെ പ്രായമായിട്ടും കേസുമായി മുന്നോട്ട് നടന്നു. അതിടയ്ക്ക് വക്കീലിന് എങ്ങാണ്ട് ഒപ്പിട്ട് കൊടുത്ത ഏതൊരു പേപ്പർ അത് നഷ്ടപരിഹാര തുകയുടെ പേപ്പറായിരുന്നു എന്നും അദ്ദേഹത്തിന് തിരിച്ചറിയാതെ പോവുകയും പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു അറിയിപ്പ് വരുന്നു കോടതിയിൽ നിന്ന്, നിങ്ങളുടെ മകന്റെ നഷ്ടപരിഹാര തുക 4 ലക്ഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോയി ഈ പാവം മനുഷ്യൻ. കാരണം അങ്ങനെ ഒരു നഷ്ടപരിഹാര പേപ്പറിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അപ്പോഴാണ് എങ്ങനെയോ അദ്ദേഹം ചതിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലായത്. എന്തായാലും ആ തുക വാങ്ങിക്കുന്നു. ആ തുക വാങ്ങിച്ച് 2 ലക്ഷം രൂപയോളം വക്കീലിന്റെ ആള് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ആകെ കിട്ടുന്നത് വെറും 2 ലക്ഷം രൂപ മാത്രമാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മകന്റെ കേസ് നടത്താൻ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കിന് മാത്രം മിനിമം അത്രയെങ്കിലും തുക ആ ഒരു പാവപ്പെട്ട പിതാവിന് ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏപ്രിൽ 17-നാണ് 2004 സൗന്ദര്യ മരണപ്പെടുന്നത്. അതും BJPയുടെ ഒരു പ്രചാരണത്തിന് പോകുന്ന സമയത്താണ്. തെന്നിന്ത്യ മുഴുവൻ ഒരുപക്ഷെ അവരുടെ സൗന്ദര്യം കൊണ്ട് എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ അഭിനയം കൊണ്ട് നമുക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന ആ ഒരൊറ്റ സിനിമയിലെ അഭിനയം കൊണ്ട് മാത്രം മലയാളികൾക്ക് അത്രയേറെ ഇഷ്ടമായിരുന്നു സൗന്ദര്യ എന്ന് പറയുന്ന ആ ഒരു നടിയെ. ഞാൻ പറഞ്ഞു വെച്ചത് സൗന്ദര്യ എന്ന് പറയുന്ന നടിയുടെ തിരോധാനത്തെ കുറിച്ചിട്ടാണ്, അവരുടെ ആ ഒരു മരണത്തെ കുറിച്ച്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നോ, എന്തിനു വേണ്ടിയിട്ടാണത് കൊന്നുകളഞ്ഞത് എന്നുള്ള അന്വേഷണങ്ങളൊക്കെ അതിനൊപ്പം തന്നെ നമ്മൾ മറന്നു കളയുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ജോയ് ഫിലിപ്പ് എന്ന് പറയുന്ന ആ ഒരു 28
വയസ്സുകാരൻ, ഒരുപാട് പ്രതീക്ഷകളുമായി ഒരു നല്ല ജോലിയിലേക്ക് എത്തിയ മനുഷ്യൻ. ഇന്ന പ്രശ്നങ്ങളിൽ ഒന്ന്, ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു അതെന്നാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ. ഒപ്പം ഒരു സഹ പൈലറ്റ് പോലും ഇല്ലാതെ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ വാഹനം ഓടിക്കേണ്ടി വന്നതെന്നും ആ ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ആ ഒരു വിമാനം ഓടിക്കാൻ വേണ്ടി അതിന്റെ കമ്പനി എങ്ങനെയാണ് അനുമതി കൊടുത്തതെന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് സൗന്ദര്യം എന്ന് പറയുന്ന ആ ഒരു സൗന്ദര്യമുള്ള ആ ഒരു നടിയുടെ കേസ് വീണ്ടും ഉയർന്നു വരുന്നത്. അവർ സ്വാഭാവികമായിട്ടുള്ള ഒരു വിമാന തകർച്ചയിൽ കൊല്ലപ്പെട്ടതല്ല എന്നും അവരെ മനഃപൂർവ്വം ആ ഒരു പദ്ധതിയിട്ട് കൊന്നു കളഞ്ഞതാണെന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കേസിന് എതിർഭാഗത്ത് നിൽക്കുന്നതാകട്ടെ മോഹൻ ബാബു എന്ന് പറയുന്ന തെലുങ്ക് നടൻ. ഇതിനൊപ്പം കൂടി നമ്മുടെ ഈ ഒരു മലയാളിയുടെ കേസ് കൂടി എന്തെങ്കിലും തീരുമാനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള വാക്കോടുകൂടി സുഹൃത്തുക്കളെ അവസാനിപ്പിക്കട്ടെ.